ഹലോ സ്റ്റുഡൻസ്, നമുക്ക് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളാണ് ഇനി നോക്കാനുള്ളത്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് പോർഷൻ ഫ്രിക്ഷൻ ആണ്. അപ്പം ഫ്രിക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് നടക്കാനും അതുപോലെ നമ്മുടെ റോഡിൽ കൂടെ വണ്ടി ഓടുന്നതും എല്ലാം എന്തുകൊണ്ടാണ്? ഫ്രിക്ഷൻ കൊണ്ടാണ്. അപ്പോൾ ഒരു ബോഡി എപ്പോഴും അത് വെൻ ഇറ്റ് ടെൻസ് ടു മൂവ് ഓർ അനദർ ബോഡി എന്ത് സംഭവിക്കും? അത് ആ മോഷന് ഒപ്പോസ് ചെയ്യും. ഇപ്പൊ നമ്മൾ നടക്കുമ്പോൾ തന്നെ ആ ഗ്രൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് നേരെ ഒരു റോഡിൽ കൂടെ നടക്കുമ്പോൾ ആ മെറ്റീരിയൽ നമുക്ക് നേരെ ഒരു ഓപ്പോസിങ് ഫോഴ്സസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അന്നേരം നമുക്ക് മൂവ് ചെയ്യാനും പറ്റും. അപ്പൊ ഈ മൂവ്മെന്റിനെ, അങ്ങനത്തെ ടെൻഡൻസി ഓഫ് മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇതിൽ സാധാരണ നമ്മൾ അതിനെ ഫ്രിക്ഷൻ എന്നും പറയും. ഇതാണ് ഫ്രിക്ഷൻ. ഇപ്പൊ ഇതിന്റെ നമുക്ക് ഒരു എഞ്ചിനീയറിംഗ് ബേസിസിൽ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദിസ് ഫോഴ്സ് വിച്ച് opposes the movement or tendency of movement is called friction force or simply friction. ഇനി എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നൊക്കെ ഉള്ളത് കുറച്ചുകൂടെ നമ്മുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ലെവലിൽ ഒന്ന് നോക്കാം. ഈ ഫ്രിക്ഷനകത്ത് നമുക്ക് ഫസ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അതെന്താണെന്ന് നോക്കാം. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ ഒരു ഫിഗർ നോക്കാം. ഇപ്പൊ ഇവിടെ ഒരു ഗ്രൗണ്ട് സർഫസിൽ ഒരു ബോക്സ് ഇരിപ്പുണ്ട്. ആ ബോക്സിൽ പി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ മൂവ്മെന്റും എങ്ങോട്ടായിരിക്കും? ഈ ഡയറക്ഷനിലേക്കായിരിക്കും അല്ലെ? ഇതിന്റെ മൂവ്മെന്റും ഈ ഡയറക്ഷനിലേക്കായിരിക്കും. അപ്പൊ അതിന്റെ ഫ്രിക്ഷൻ എപ്പോഴും എന്തായിരിക്കും? ഇതിന്റെ ഓപ്പോസ് ചെയ്യുന്ന, അപ്പൊ എങ്ങോട്ടായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും ഫ്രിക്ഷൻ, ഇങ്ങോട്ട്. അപ്പൊ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാല് ഈ ഫോഴ്സ് നമ്മളിങ്ങനെ ചെറിയ ലോഡ് കൊടുക്കും. സപ്പോസ് ഇത് ഞാനൊരു 10 ന്യൂട്ടൺ കൊടുത്താൽ ഇത് മൂവ് ആവുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഞാനിത് 1 ന്യൂട്ടൺ കൊടുക്കുമ്പോൾ ഇത് മൂവ് ആവില്ല, 2 കൊടുക്കുമ്പോൾ ഈ ഡയറക്ഷനിൽ മൂവ് ആവുന്നില്ല, 3 കൊടുക്കുമ്പോൾ ആവുന്നില്ല. ഇപ്പൊ ഞാൻ 1 കൊടുക്കുമ്പോൾ അതേ ഫോഴ്സ് എന്ത് ചെയ്യും? ഇവിടെ ഫ്രിക്ഷൻ 1 കൊടുത്തിട്ട് എന്ത് ചെയ്യും? റെസിസ്റ്റ് ചെയ്യും. അങ്ങനെ അപ്പോഴും ഈ ബോഡി റെസ്റ്റിലായിരിക്കും. അങ്ങനെ 2 കൊടുത്തു, 3 കൊടുത്തു, 4 കൊടുത്തു, 5 കൊടുത്തു, അപ്പോഴൊന്നും ഇത് മൂവ് ചെയ്തില്ല. ഞാൻ ഈ പി ഇൻക്രീസ് ചെയ്യുന്ന അതേപോലെ തന്നെ എന്ത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഈ നമ്മുടെ ഫ്രിക്ഷനും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ എപ്പോഴാണോ ഇത് കറക്റ്റ് 9.999 വരെ കൊടുക്കുമ്പോഴും ഇത് അനങ്ങുന്നില്ല. പക്ഷെ ഞാൻ 10 കൊടുക്കുന്നുണ്ട്, ഇത് ജസ്റ്റ് എന്ത് ചെയ്യും? when the motion is impending എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്റ്റാർട്ട് ഇല്ല, സപ്പോസ് ടു സ്റ്റാർട്ട് എന്നുള്ള ആ ഒരു ലൊക്കേഷനില്, ആ ഒരു പോർഷനിൽ ആ 10 ആണെങ്കിൽ അതാണ് നമ്മുടെ എന്താ ഫ്രിക്ഷൻ വാല്യൂന്റെ ലിമിറ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, 10.12 എന്നൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് നല്ലപോലെ മൂവ് ചെയ്തു തുടങ്ങും. ആ 10ൽ ഇത് ജസ്റ്റ് ആ മോഷൻ ടു ഇംപെൻഡ് സംഭവിക്കുന്ന ആ പോർഷനെയാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്, അതിനെ കോമൺലി പറയുന്ന ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. There is a limit beyond which, the definition ഇതാണ്, there is a limit beyond which the magnitude of this force cannot increase. അത് കഴിഞ്ഞാൽ പിന്നെ ഇൻക്രീസ് ആവില്ല, അതുവരെ അത് പോകും. If the applied force is more than this limit, there will be a movement of one body over the other. ഇപ്പൊ നമ്മുടെ കേസ് ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ 10 ന്യൂട്ടൺ എബോവ് പോയി കഴിഞ്ഞാൽ അത് മൂവ് ആവും. This limiting value of the friction force when the motion is impending is known as limiting friction. ജസ്റ്റ് സ്റ്റാർട്ടിംഗ് പോലുള്ള അതിനെ പറയുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷന് ഇനി 2 ടേമും കൂടെ ഉണ്ട്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ്, ഡൈനാമിക് ഫ്രിക്ഷൻ എന്താണ്. when the applied force is less than the limiting friction, നമ്മുടെ സപ്പോസ് ഇവിടെ 10 ന്യൂട്ടൺ ആണ്, അതിന് താഴെയാണെങ്കിൽ ദി ബോഡി റിമെയിൻസ് അറ്റ് റെസ്റ്റ് അല്ലെ, ആ റെസ്റ്റിൽ തന്നെ ആയിരിക്കും, റെസ്റ്റിൽ തന്നെ റിമെയിൻ ചെയ്യും. Such frictional force is called static friction. അതിനെ എന്താ പറയുക? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, which will be having a value between 0 to limiting friction. അപ്പൊ നമ്മുടെ കേസ് ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ 0ക്കും 10നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആയിരിക്കും ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ഫോഴ്സ് എന്ന് പറയാം. ഇനി if the applied value of limiting force exceeds the limiting friction, അതിനെ എക്സീഡ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദി ബോഡി സ്റ്റാർട്ട്സ് മൂവിങ് ഓവർ ദി അതർ ബോഡി. ഇപ്പൊ 10 മുകളിലുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇത് മൂവ് ആയി തുടങ്ങി.
and the friction experienced by the body while moving is called dynamic. ആ പേര് പോലെ തന്നെ സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ റെസ്റ്റിലുള്ള ഫ്രിക്ഷനും ഡൈനാമിക് എന്ന് പറയുന്നത് മൂവിങ്ങിലുള്ള ഫ്രിക്ഷനും. The dynamic friction is found to be less than the limiting friction. ഇതൊന്ന് മൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നെ ആ റെസിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കറിയാലോ ചില കാര്യങ്ങൾ അങ്ങോട്ട് നീക്കാനായിരിക്കും. ഇപ്പൊ നമ്മൾ തന്നെ ഒരു ബോക്സ് വെച്ചിട്ട് നല്ല പവർ കൊടുത്ത് അന്ന് മൂവ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത്രയും ഫോഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരില്ല. അത് തന്നെ ആണ് പറയുന്നത്, ഒന്ന് മൂവ് ആയി കഴിഞ്ഞാൽ അതിന്റെ ഫോഴ്സ് എന്തായിരിക്കും, ലിമിറ്റിംഗ് ഫ്രിക്ഷനിലും കുറവായിരിക്കും. ഓക്കെ, ഈ ഡൈനാമിക് ഫ്രിക്ഷൻ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സ്ലൈഡിംഗ് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷനും. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ മുകളിൽ സ്ലൈഡ് ചെയ്ത് പോകുന്നു. ഇപ്പൊ ഒരു ബോക്സ് നമ്മുടെ ടൈലിലോ ഗ്രൗണ്ടിലോ വെച്ചിട്ട് മൂവ് ചെയ്യുന്നത്. അടുത്ത് റോളിംഗ് ഫ്രിക്ഷൻ, ആ പേര് പോലെ തന്നെ എന്തായിരിക്കും, റോൾ ചെയ്ത് റോൾസ് ഓവർ ദി അതർ ബോഡി. ഇപ്പൊ നമ്മുടെ റോഡിൽ കൂടി ടയറൊക്കെ പോകുന്നു, റോളിംഗ് ഫ്രിക്ഷൻ. വണ്ടിയുടെ ടയർ അതൊക്കെ റോളിംഗ് ഫ്രിക്ഷന് വരും. ഇനി ഇതിൽ നമുക്ക് വീണ്ടും രണ്ട് ടേംസ് വേറൊരു ടേമും കൂടെ കിട്ടുന്നുണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ? ഇനി നമുക്ക് കുറച്ച് തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. It is experimentally found that the magnitude of the limiting friction bears a constant ratio to the normal reaction. അങ്ങനെ ഈ ഒരു ബോഡി ഇരിക്കുമ്പോൾ ഇങ്ങോട്ടൊരു ലോഡ് കൊടുത്തു, ഇതിന്റെ സെൽഫ് വെയിറ്റ് ഓൾറെഡി ഉണ്ട്. നമ്മള് ഫ്രിക്ഷൻ ഇല്ലാത്ത കുറെ പഠിച്ചല്ലേ, സ്മൂത്ത് ബോഡീസിന്റെ ഒക്കെ കാര്യം പറഞ്ഞു. അപ്പൊ ഇങ്ങോട്ടൊരു ലോഡ് ഉണ്ട്, ഇങ്ങോട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ഇങ്ങോട്ട് താഴെ ഡബ്ല്യു വരുന്നു, അതിന് ഓപ്പോസിറ്റ് ഒരു റിയാക്ഷൻ വരും. അന്ന് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ സ്മൂത്ത് സർഫസ് എന്നാണ് കൺസിഡർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് വെറും നോർമൽ റിയാക്ഷൻ. ബട്ട് ഇനിയും വരുന്നതിനകത്ത് ഫ്രിക്ഷനും കൂടെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ്പെരിമെന്റലി ഫൗണ്ട് ഔട്ട് ചെയ്തത് ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, ഈ എഫ് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണെങ്കിൽ അതെപ്പോഴും ഈ നോർമൽ റിയാക്ഷനായിട്ട് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ എന്ന് വെച്ചാൽ എഫ് ബൈ എൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരേ വാല്യൂ ആയിരിക്കും. ഓക്കെ, it's experimentally found that the magnitude of the limiting friction bears a constant ratio to the normal reaction between the two surfaces, and this ratio is called coefficient of friction. അതിനെയാണ് എന്ത് പറയുന്നത്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന മ്യൂ എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, ഡിനോട്ട് ചെയ്യുന്ന മ്യൂ ആണ്. അപ്പൊ മ്യൂ ഈക്വൽ ടു എഫ് ബൈ എൻ. ഈ ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മ്യൂ ഈക്വൽ ടു എഫ് ബൈ എൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്, ഓർത്തിരിക്കണം. മ്യൂ ഈക്വൽ ടു എഫ് ബൈ എൻ. ഇനി ലോസ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ട് കുറെ ലോസ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മുടെ കുറെ നമുക്കറിയാം, ഏതൊരു ഇത് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി കുറെ നമ്മൾ ലോസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യും. അത് കുറെയൊക്കെ അസംഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ ഇതുപോലെ കൂളം ആണ് ഇതിനെ കൂടുതൽ സ്റ്റഡി ചെയ്തത്. അപ്പൊ ആ കൂളംസ് ലോ ഓഫ് ഫ്രിക്ഷൻ, ഇല്ല ലോ ഓഫ് ഡ്രൈ ഫ്രിക്ഷൻ, ഇല്ല ലോ ഓഫ് സോളിഡ് ഫ്രിക്ഷൻ എന്നൊക്കെയാണ് പറയുന്നത്. പുള്ളി അന്ന് സ്റ്റഡി ചെയ്തത് സോളിഡ് ഇൻ ഡ്രൈ കണ്ടീഷനിലായിരുന്നു, അപ്പൊ വെറ്റ് കണ്ടീഷനിലല്ല. നമുക്കറിയാം വെറ്റ് കണ്ടീഷൻ ആകുമ്പോഴത്തേക്ക് ഇതിന്റെ ഫ്രിക്ഷന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും എല്ലാം മാറും. അപ്പൊ പിന്നെ ഇങ്ങനെ മൂന്ന് പേര് പറയാം. അപ്പം എക്സാമിന് എങ്ങനെ വേണമെങ്കിലും വരാം, ലോ ഓഫ് ഫ്രിക്ഷനോ ഡ്രൈ ഫ്രിക്ഷനോ കൂളംസ് ലോ ഓഫ് ഫ്രിക്ഷനോ സോളിഡ് ഫ്രിക്ഷനോ എല്ലാം സെയിം തന്നെയാണ്. 6 എണ്ണം ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ദി ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഓൾവേസ് ആക്ട് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു വിച്ച് ദി ബോഡി ടെൻഡ്സ് ടു മൂവ്. എങ്ങോട്ടാണോ ബോഡി മൂവ് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷൻ. അത് നമുക്കും അറിയാം. നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. നമ്മുടെ വണ്ടിയുടെ ടയർ പോകുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഇനി till the limiting value is reached, the magnitude of friction is exactly equal to the force which tends to move the body. ഞാൻ പറഞ്ഞു നമ്മുടെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ വാല്യൂവിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഐ എഫ് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പൊ നമ്മുടെ കേസിൽ 10 ആണെങ്കിൽ ആ 10 വരെ നമ്മൾ എത്രയാണോ ഫോഴ്സ് കൊടുക്കുന്നത് ആ ഫോഴ്സും ആ ഫ്രിക്ഷനും എന്ത് തന്നെയായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇപ്പൊ ഞാൻ 9 ന്യൂട്ടൺ കൊടുത്താൽ 9 തന്നെ ആയിരിക്കും, 9.5 കൊടുത്താൽ തിരിച്ച് ഫ്രിക്ഷൻ ഇത്രയും തന്നെയായിരിക്കും. അതേസമയം അവിടെ 10 വരെ ആ ഫ്രിക്ഷൻ ഉള്ളൂ പവർ. അപ്പൊ അതുവരെ ലിമിറ്റിംഗ് വാല്യൂ വരെ സെയിം ആയിരിക്കും രണ്ട് വാല്യൂ. നെക്സ്റ്റ്, the magnitude of limiting friction bears a constant ratio to the normal reaction. നമ്മളിപ്പോ പറഞ്ഞ കാര്യം
between two surfaces of contact, and this ratio is called coefficient of friction. അതാണ് mu എന്ന് പറയുന്ന സാധനം. ഈ എഫ് എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അത് ഓൾവേസ് ബിയർസ് എ കോൺസ്റ്റന്റ് റേഷ്യോ ടു ദി നോർമൽ റിയാക്ഷൻ. എന്നുമായിട്ട് എപ്പോഴും ഒരു നോർമൽ റിയാക്ഷൻ. അതിനെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയും. ദി ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി റഫ്നെസ് ആൻഡ് സ്മൂത്ത്നെസ് ഓഫ് ദി സർഫസ്. അത് നമുക്കും അറിയാം. ഞാനൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടൈലി വെച്ചിട്ടൊരു ബോക്സ് നമ്മൾ മൂവ് ചെയ്യുന്നതും അതേസമയം നമ്മൾ അതേ ഇത് റഫായിട്ടുള്ള റോഡിലോ ഗ്രൗണ്ടിലോ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസമുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ? നിങ്ങൾക്കും അറിയാം. അതാണല്ലോ നമുക്ക് ടൈലിലൊക്കെ നമ്മൾ എന്താ തന്നാനുള്ള ചാൻസ് കൂടുതലുണ്ട്. സ്മൂത്ത് സർഫസ് ആകുമ്പോൾ നമ്മൾ ഫ്രിക്ഷൻ കുറയും. അടുത്ത്, ദി ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഏരിയ ഓഫ് കോണ്ടാക്ട് between the two surfaces. Area of contact ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. Last one, after the body starts moving, the dynamic friction comes into play, the magnitude of which is less than the limiting friction. ഞാൻ പറഞ്ഞായിരുന്നു, ഇത് മൂവ് ആയി കഴിഞ്ഞാൽ പിന്നുള്ള ഫ്രിക്ഷൻ ഇതിനേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. It bears a constant ratio with the normal force. അതും നോർമൽ ഫോഴ്സുമായിട്ട് കോൺസ്റ്റന്റ് ഇതായിരിക്കും. ആ ഒരു കോഎഫിഷ്യന്റിനെ പറയുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് റേഷ്യോ പറയുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് ഡൈനാമിക് ഫ്രിക്ഷൻ. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞത് ഈ മ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആയിരുന്നു. ഇവിടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളതിനെ പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഡൈനാമിക് ഫ്രിക്ഷൻ. അത്രേ ഉള്ളൂ. ഇനി വീണ്ടും കുറച്ച് ടേംസ് ഒക്കെ ഉണ്ട്, എല്ലാം സിമ്പിൾ ടേംസ് ആണ്. അടുത്തത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ കേസില് ഇത് ആ ഫിഗർ തന്നെ, ഒരു ലോഡ് ഉണ്ട് W. അപ്പൊ അതിന്റെ താഴോട്ട് സെൽഫ് വെയിറ്റ് ആക്ട് ചെയ്യും. ഒരു P ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇങ്ങോട്ടൊരു F ഫോഴ്സ് ഇത് വരും, ഫ്രിക്ഷൻ വരും. നോർമൽ ആയിട്ടൊരു ഫോഴ്സും വരും. അപ്പൊ ഇനി ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ് കേട്ടോ, നമുക്ക് കിട്ടാൻ വേണ്ടിയുള്ളതാണ്. ഈ എന്നും എഫും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? കമ്പൈൻ ചെയ്താൽ ഒരു റിസൾട്ടന്റ് ഉണ്ടാവും അല്ലെ? നമ്മൾ നേരത്തെ നമ്മൾ കുറെ ഫോഴ്സസ് പഠിച്ചിട്ടുണ്ട് അല്ലെ? രണ്ട് ഫോഴ്സസിനെ കമ്പൈൻ ചെയ്യാനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോമ്പിനേഷൻ ഓഫ് ഫോഴ്സസും റിസോൾവിങ്ങും എല്ലാം പഠിച്ച. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്കൊരു ഫോഴ്സ് കിട്ടുമെന്ന് അറിയാമല്ലോ. അപ്പൊ അങ്ങനെ ഈ എന്നും എഫും കൂടെ, സപ്പോസ് ഇത് ഇപ്പം എഫ് ഇത് എന്നും, അങ്ങനെയാണ് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തൊരു R എന്നൊരു റിയാക്ഷൻ ഫോം ചെയ്യുകയാണെങ്കിൽ, they combined graphically to get the reaction R. അങ്ങനെ ഒരു റിയാക്ഷൻ R ഫോം ചെയ്യുകയാണെങ്കിൽ അത് അവിടെ ഒരു തീറ്റ ആംഗിൾ ഉണ്ടല്ലോ, ഈ ഫോഴ്സിനെ ഇങ്ങോട്ടാക്കാം നമുക്ക്, ഈ എഫിനെ ഇങ്ങോട്ട് ഇപ്പൊ നമ്മൾ കിട്ടാൻ വേണ്ടി. അപ്പൊ നമുക്കറിയാം ഇത് ഇങ്ങോട്ടും പോയി ട്രയാങ്കിൾ ലോ അനുസരിച്ചിട്ട് റിസൾട്ടന്റ് ഇങ്ങനെ പോകും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിള് തീറ്റ എന്ന് പേരിട്ട് കഴിഞ്ഞാൽ അതിനെ പറയുന്നതിനാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. They combine graphically to get a resultant R, which act at an angle theta to the normal reaction. ഈ എഫ് എന്നും കൂടെ ഗ്രാഫിക്കലി കമ്പൈൻ ചെയ്ത് നമുക്കൊരു റിയാക്ഷൻ കിട്ടുന്നു. ആ റിയാക്ഷൻ നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ആ തീറ്റയ്ക്ക് പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് എഴുതാം ടാൻ തീറ്റ ഈക്വൽ ടു F/N എഴുതാലോ. ടാൻ തീറ്റ ഈക്വൽ ടു F/N. അങ്ങനെ ആകുമ്പോൾ ആസ് ദി P ഇൻക്രീസസ്, ഈ P ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്? F ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ? ലോഡ് 0 to 10 ആകുന്നതനുസരിച്ച് ഇതും 0 to 10 ആകുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും? തീറ്റയും അങ്ങനെയാണെങ്കിൽ തീറ്റ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻസ് അനുസരിച്ചിട്ടാണെങ്കിൽ F ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ തീറ്റ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. നമുക്കറിയാം ടാൻ തീറ്റ ആകുമ്പോൾ തീറ്റ ഇൻക്രീസ് ചെയ്യണം. അങ്ങനെ തീറ്റ ക്യാൻ റീച്ച് എ മാക്സിമം വാല്യൂ ഓഫ് ആൽഫ. പിന്നെ തീറ്റയ്ക്ക് ഒരു ആൽഫ വരെ എത്താം വെൻ എഫ് റീച്ചസ് ദി ലിമിറ്റിംഗ് വാല്യൂ. എഫിന് എന്തുണ്ട്? 10 വരെ പോകാൻ പറ്റും ലിമിറ്റിംഗ് വാല്യൂ. അങ്ങനെ എഫ് 10-ലാകുമ്പോൾ ഉള്ള തീറ്റയ്ക്ക് പറയുന്ന പേരാണ് ആൽഫ. അത്രേ ഉള്ളൂ. ഈ എഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആകുമ്പോൾ നമുക്ക് ഈ കിട്ടുന്ന തീറ്റയ്ക്ക് നമുക്കൊരു പേരിടുന്നുണ്ട് ആൽഫ. അപ്പം ആ ആൽഫ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടാൻ ആൽഫ ഈക്വൽ ടു F/N ഈക്വൽ ടു മ്യൂ എന്ന് കിട്ടും. ഈ ആൽഫയ്ക്ക് പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ആംഗിൾ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ അവിടുത്തെ ആംഗിളിന് പറയുന്ന പേരാണ്
ആംഗിൾ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ തന്നെ എഫ് 10 ആകുന്ന കേസ്. പിന്നെ ഞാനൊരു വാല്യൂ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, 10ഓ 20ഓ അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു വാല്യൂ വരുന്ന കേസ്. ഹെൻസ് നമുക്ക് ഇങ്ങനെ എഴുതാം, ദി ലിമിറ്റിംഗ് ആംഗിൾ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി resultant reaction and the normal to the plane on which the motion of body is impending. അതും ഈ ലിമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴായിരുന്നു, മോഷൻ ഓഫ് ബോഡീസ് ഇംപെൻഡിങ് എന്നുള്ള നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇംപെൻഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു എബൌട്ട് ടു സ്റ്റാർട്ട് ആണ്, സ്റ്റാർട്ട് ചെയ്തോ ഇല്ല, ജസ്റ്റ് ആ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ സ്റ്റാർട്ട് കഴിഞ്ഞാൽ എന്താവും, ഈ ലിമിറ്റിംഗ് വാല്യൂ എന്ത് ചെയ്യും, കുറയും. അപ്പൊ ആ ഒരു സ്റ്റേജിനെ പറയുന്ന പേരാണ്, അപ്പൊ അവിടുത്തെ ആംഗിളിന് പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, ഇനി വീണ്ടും കുറച്ചിട്ട് ആൻസറുണ്ട്. ആംഗിൾ ഓഫ് റീപോസ്, ഇത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഒരു പുതിയ പേരൊക്കെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്കറിയാം, ഒരു നമ്മളിപ്പോ മണ്ണ് കൂനയോ അതുപോലെ തന്നെ മണ്ണ് കൂനയായിട്ട് വെക്കുവോ, അതുപോലെ ഈ ഫുഡ് ഗ്രെയിൻസും ഒക്കെ ഇങ്ങനെ കൂനയായിട്ട് വെക്കുമല്ലോ. അപ്പൊ നമുക്കറിയാം അതൊരു ഒരു ലെവലുണ്ട്. നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ പിള്ളേർ കളിക്കുന്ന കാണാം, ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ട്. അത് ഒരു ലെവൽ വരെ ഈ സ്ലോപ്പ് ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും അല്ലെ. ഒരു ഇച്ചിരി കൂടി ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് ആകെ കൊളാപ്സ് ചെയ്ത് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോരും. അപ്പൊ ആ ഒരു ഇതെല്ലാം ഫ്രിക്ഷനുമായിട്ട് ഇത് ചെയ്തിരിക്കുക. കാരണം ഇങ്ങനെ പോകുമ്പോൾ ഒരു ലെവൽ വരെ ഈ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുക, ഫ്രിക്ഷൻ കാണാതെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ആ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഈ ഒരു തീറ്റ വരെയാണ് നമുക്ക് ശരിക്കും പോകാൻ പറ്റുന്നെങ്കിൽ ആ ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് ആണ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആണ് പറഞ്ഞത്. വെൻ ഗ്രെയിൻസ്, ഫുഡ് ഗ്രെയിനോ സോയിലോ സാൻഡോ ഇങ്ങനെ ഹീപ്പ് വെച്ച് കഴിഞ്ഞാൽ there exists a limit for the inclination of the surface. Beyond this limit inclination, the grain starts rolling down. താഴോട്ട് വരും. The limiting angle up to which the grain reports slip is called angle of friction. ഇതാണ്. ഇനിയിപ്പോ നമുക്ക് എഞ്ചിനീയർ മെക്കാനിക്സ് ആയിട്ട് ഉള്ളൊരു ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു W വെയിറ്റ് നമ്മളൊരു ഇങ്ങനെ സ്ലൈഡിങ് ആയിട്ടുള്ള എണ്ണത്തിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ഫ്രിക്ഷൻ ഉണ്ട്. അപ്പൊ W എപ്പോഴും എങ്ങനെ ആയിരിക്കും, നേരെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും താഴോട്ട്. അപ്പൊ വരുന്നു, അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നു നമ്മള്. പിന്നെ മൂവ്മെന്റ് എപ്പോഴും എങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ട് താഴോട്ട് അല്ലെ. ഫ്രീ, നമ്മൾ ലോഡൊന്നും കൊടുക്കുന്നില്ല, താഴോട്ട്. ഇത് നോർമലി ഇതിങ്ങനെ താഴോട്ട് വരണം. താഴോട്ട് വരുമ്പോൾ ഫ്രിക്ഷൻ മുകളിലേക്ക് ആയിരിക്കും, അതാണ് ഫ്രിക്ഷൻ മുകളിലേക്ക്. പിന്നെ ഈ രണ്ടും തമ്മിലുള്ള നോർമല് ഇവിടെ നേരെ ഈ സർഫസിന് നോർമലായിട്ട് ആക്ട് ചെയ്യുന്നു. ഈ തീറ്റയും വന്ന് സിമ്പിൾ നമ്മുടെ പഴയ മാത്സ് ഒക്കെ ഉള്ളു കേട്ടോ. വേണേ നിങ്ങൾക്ക് ഇനി ആർക്കും ഡൗട്ട് ഉണ്ടോ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ അങ്ങ് ആക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ട്രയാങ്കിൾ ആക്കാം. ഇതിപ്പം നിന്ന് നോക്കാം, ഇത് തീറ്റയാണെങ്കിൽ ഇത് 90 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരിക്കും, 90 മൈനസ് തീറ്റ ആയിരിക്കും ഇവിടുത്തെ ആംഗിൾ. ഇത് 90 മൈനസ് തീറ്റ ആണെങ്കിൽ ഇത് 90 ആണ്. അങ്ങനെയാണ് ഇവിടുത്തെ ആംഗിൾ എന്തായിരിക്കും, തീറ്റ. അങ്ങനെയാണ് ഇത് തീറ്റ ആണെങ്കിൽ ഇത് തീറ്റ കിട്ടിയത്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഇതങ്ങ് മാറ്റിയേക്കാം. അപ്പൊ നമുക്ക് ഇവിടെ തീറ്റയാണ്, ഇവിടെ തീറ്റയാണെന്നൊക്കെ അറിയാം. ഇനി ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കാം. കൺസിഡർ ബ്ലോക്ക് W റെസ്റ്റിംഗ് on an inclined plane rest ചെയ്യുന്നു, which makes an angle theta with the horizontal as shown in the figure. When the theta is small, ഇത് theta ഇങ്ങനെ ചെറുതായിട്ട് ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ബ്ലോക്ക് റെസ്റ്റ് ചെയ്യും. If the theta gradually increases, ഇത് gradually increase ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ബ്ലോക്ക് താഴോട്ട് സ്ലൈഡ് ഡൗൺ ചെയ്യാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ഇംപെൻഡ് ചെയ്യല്ല സ്റ്റാർട്ടിങ്, ആ ആംഗിളിനെയാണ് പറയുന്നത്. ദി ആംഗിൾ തീറ്റ ഫോർ വിച്ച് ദി മോഷൻ ഈസ് ഇംപെൻഡിങ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് റീപോസ്. ഓക്കെ, ദി മാക്സിമം ഇൻക്ലിനേഷൻ ഫോർ എ plane on which body is free from external force can repose is called angle of repose. Repose ഉറങ്ങാം, സ്ലീപ്പ് അനങ്ങാതിരിക്കുക. അപ്പൊ അനങ്ങാതെ ഇത് എത്ര വരെ ഇൻക്രീസ് ചെയ്യാവോ ആ മാക്സിമം ആംഗിളിനെ പറയുന്നതാണ് ആംഗിൾ ഓഫ് റീപോസ്. ഓക്കെ, അതിന്റെ ഒരു ചെറിയ ഡെറിവേഷൻ ഉണ്ട്, വളരെ സിമ്പിൾ ആണ്. ഈ ഫിഗർ തന്നെ വെച്ചിട്ടാണ് ഇവരിപ്പോ ഇവിടെ കൺസിഡർ ചെയ്തേക്കുന്നത്. ഒരു ആക്സിസ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ട്, അത് നോർമൽ ടു ദി പ്ലെയിനും. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ
എടുത്തിരിക്കുന്നത്. ഒരു പ്ലെയിൻ ഇങ്ങോട്ടും, സപ്പോസ് ഇത് എക്സും ഇതിനെ അവർ വൈ ആയിട്ടും എടുത്തിരിക്കുകയാണ്. അങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫോഴ്സസ് നോർമൽ ടു ദി പ്ലെയിൻ. നോർമൽ ടു ദി പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ഫോഴ്സസ്, ഇതാണ് എക്സ്, അതിന്റെ ഇങ്ങനെ പോകുന്ന ഫോഴ്സസ് ആയിരിക്കും നോർമൽ ടു ദി പ്ലെയിൻ. അപ്പൊ എൻ ഒക്കെ ഇങ്ങനെ നോർമലാണ്. ഈ ഡബ്ല്യു താഴേക്കാ വരുന്നത്. അപ്പൊ എന്റെ ഇങ്ങോട്ടൊരു കമ്പോണന്റ് കാണും, ഇങ്ങോട്ടൊരു കമ്പോണന്റ് കാണും. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇങ്ങോട്ടൊരു കമ്പോണന്റ് വരും, ഇങ്ങോട്ടൊരു കമ്പോണന്റ് വരും. ഇത് ഡബ്ല്യു കോസ് തീറ്റ ആയിരിക്കും, തീറ്റയുടെ അടുത്ത് കിടക്കുന്നുണ്ട്. ഇത് ഡബ്ല്യു സൈൻ തീറ്റ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പം ഇതിന്റെ ഇപ്പം എൻ മുകളിലോട്ടാണ്, അപ്പൊ എൻ മൈനസ് ഡബ്ല്യു കോസ് തീറ്റ വരും. അങ്ങനെയാണ് ഇത് എൻ ഈക്വൽ ടു ഡബ്ല്യു കോസ് തീറ്റ ആണ്. അതുപോലെ ഇവിടെ എഫ് മുകളിലേക്ക് പോസിറ്റീവ് ഡയറക്ഷൻ, എഫ് മൈനസ് ഡബ്ല്യു സൈൻ തീറ്റ ഇങ്ങോട്ട്. അപ്പൊ അതും അങ്ങനെ അപ്പുറേ പോകുമ്പോഴത്തേക്ക് ഈക്വൽ ടു 0 എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ എഫ് ഈക്വൽ ടു ഡബ്ല്യു സൈൻ തീറ്റ ആണ്. അപ്പൊ ഈ രണ്ടും നമുക്ക് കിട്ടി. അപ്പൊ ഇതിനെ എന്ത് ചെയ്തു, ഇത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു ഈക്വേഷന്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും ഡബ്ല്യു സൈൻ തീറ്റ ബൈ ഡബ്ല്യു കോസ് തീറ്റ ഈക്വൽ ടു എഫ് ബൈ എൻ എന്ന് കിട്ടും. അപ്പൊ ഈ ഡബ്ല്യു ഒക്കെ വിട്ടുപോയിട്ട് നമുക്ക് കിട്ടും എന്ത്, ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എഫ് ബൈ എൻ എന്ന് കിട്ടും. എന്നിട്ട് നമ്മള് കൊടുക്കാണ് ഈ തീറ്റയ്ക്ക്, ഞാൻ ഈ മാക്സിമം ഉള്ള തീറ്റയ്ക്ക് ഞാൻ ഫൈ എന്നൊരു വാല്യൂ കൊടുക്കാണ്. വെൻ if the value of if phi is the value of theta when motion impending, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള വാല്യൂ ഫൈ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ എഫ് എന്തായിരിക്കും, ലിമിറ്റിംഗ് ഫ്രിക്ഷനും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടാൻ ഫൈ എന്ന് പറയുന്നത് ടാൻ്റെ അടുത്ത് ഫൈ കൊടുത്തതേ ഉള്ളൂ, മറ്റേ നമ്മള് മ്യൂ കൊടുത്ത പോലെ തന്നെ. അങ്ങനെയാണെങ്കിൽ മ്യൂ ആൽഫ കൊടുത്ത പോലെ തന്നെ എഫ് ബൈ എൻ. അങ്ങനെ ആകുമ്പോൾ നമുക്കറിയാം എഫ് ബൈ എൻ ഇസ് ഈക്വൽ ടു മ്യൂ ഈക്വൽ ടു ടാൻ ആൽഫ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇതേ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇനി എല്ലാം കുറെ പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, ജസ്റ്റ് ടാൻ ഫൈ നമ്മൾ ഇതിന് മുമ്പും പഠിച്ചു. ഇത് കിട്ടും മ്യൂ. മ്യൂ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ആൽഫ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, മ്യൂ ആംഗിൾ ഓഫ് റീപോസ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കിട്ടി വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് റീപോസ് ഈ phi is same as the value of limiting angle of repose. Okay, ഇത്രയാണ്. ഇനിയുള്ളൊരു കോൺ ഓഫ് ഫ്രിക്ഷൻ ഉണ്ട്, ഒരു പോർഷൻ കോൺ ഓഫ് ഫ്രിക്ഷൻ. വളരെ സിമ്പിൾ ആണ്, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ കേസിൽ ഇങ്ങനെ ആൽഫയാണെന്നറിയാലോ, ആൽഫയാണ് നമ്മുടെ എന്ത്, ലിമിറ്റിംഗ് ആംഗിൾ. നമ്മളിവിടെ പറഞ്ഞ കാര്യം, ആംഗിൾ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. ഈ ഫൈക്ക് നമ്മൾ എന്ത് ഇട്ടു, ആൽഫ എന്ന് വാല്യൂ ഇട്ടു. ഇവിടെ ഫൈക്ക് തീറ്റയ്ക്ക് നമ്മൾ ആൽഫ എന്ന് വാല്യൂ ഇട്ടു, ഇവിടെ നമ്മൾ തീറ്റയ്ക്ക് ഫൈ എന്ന് വാല്യൂ ഇട്ടു. അതേ ഉള്ളൂ. തീറ്റയാണ് നമ്മൾ ബേസിക്കലി ഇടുന്നത് വാല്യൂ ആദ്യം. അപ്പൊ ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. അപ്പം നമുക്ക് ഇത് നോക്കാം. ഇത് എന്താണ്, കോൺ ഓഫ് ഫ്രിക്ഷൻ. വെൻ എ ബോഡി ഈസ് ഹാവിങ് ഇംപെൻഡിങ് മോഷൻ, ഇംപെൻഡിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും ഇൻ ദി ഡയറക്ഷൻ ഓഫ് പി, ഇതിലോട്ട് ജസ്റ്റ് പിയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ദി റിസൾട്ടന്റ് ആർ വിൽ മേക്ക് എ ലിമിറ്റിംഗ് ആംഗിൾ. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന മേക്കിംഗ് ആംഗിൾ ആണ് എന്ത്, ആൽഫ. if the body is having impending motion in some other direction, ഈ പിക്ക് വാല്യൂ ഒരു ഇച്ചിരി അങ്ങോട്ടൊരു ഡയറക്ഷനാ പോകുന്നെങ്കിൽ നമുക്കറിയാം ഇതെല്ലാം എന്ത് ചെയ്യും, ഈ ഡയറക്ഷനാണ് തൊട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടായിരിക്കും എന്ത്, എഫ് വരുന്നത്. എപ്പോഴും ഇങ്ങനെ ഓർത്തോണം. എന്താ, അതുപോലെ ഇത്രേ ഉള്ളൂ. ഒരു ഫോഴ്സ് ഇങ്ങോട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ടുണ്ടെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്, എഫ്. ഓക്കെ, ഇങ്ങോട്ടാണ് പി എങ്കിൽ നേരെ ഓപ്പോസിറ്റിലായിരിക്കും എഫ്. അങ്ങനെ അപ്പൊ ഇത് എത്ര ഡിഗ്രിയാ, 360 ഡിഗ്രി എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ കറക്കിയെടുക്കാം ആംഗിള്. അപ്പൊ അങ്ങനെ കറക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ആറും എന്ത് ചെയ്യും, ഈ റിസൾട്ടന്റും അതിനനുസരിച്ച് മാറും അല്ലേ. ഈ എഫും എന്നും കൂടെ കിട്ടുന്നല്ലേ റിസൾട്ടന്റ്. അപ്പൊ ഈ എഫിന്റെ ഡയറക്ഷൻ മാറുന്നതനുസരിച്ചിട്ട് ഈ നോർമൽ മാറില്ല, അത് നേരെ തന്നെ ആയിരിക്കും. ഈ എഫ് പി മാറുന്നതനുസരിച്ച് എഫ് എന്ത് ചെയ്യുന്നുണ്ട്, കറങ്ങും. അങ്ങനെയാണെങ്കിൽ 360 ഡിഗ്രി ഇത് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ആറും എന്ത് ചെയ്യും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തന്നെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ
ഈ ആർ എന്ത് ചെയ്യും, ഈ ഒരു ഇവിടെ ഒരു ചെറിയ ഒരു ആൽഫ ആംഗിളിലായിരിക്കും ഇത് കറങ്ങുന്നത്. അങ്ങനെ ഒരു റൈറ്റ് സർക്കുലർ കോൺ മേക്ക് ചെയ്യും വിത്ത് എ സെമി സെൻട്രൽ ആംഗിൾ ഈക്വൽ ടു ആൽഫ. ആ ഇങ്ങനത്തെ ഒരു ഇൻവെർട്ടർ കോൺ എന്ന് പറയുന്ന പേരാണ് കോൺ ഓഫ് ഫ്രിക്ഷൻ. If the body is having the impending motion in some other direction, the resultant reaction makes limiting friction angle alpha with the motion to that of the direction. Thus, when the direction of the force is gradually changed to 360 degree, the resultant R generates a right circular cone with semi-central angle equal to alpha. If the resultant R is on the surface of this inverted right circular cone whose semi-central angle is limiting എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇംപെൻഡിങ് ഇത് തന്നെ കാര്യം മനസ്സിലായില്ലേ? ഇവിടെ തൊട്ട് നിങ്ങൾ എന്താണ് കറക്റ്റ് അതിന്റെ ഡെഫിനേഷൻ? ഇഫ് ദി റിസൾട്ടന്റ് ആർ ഈസ് ഓൺ ദി സർഫേസ് ഓഫ് ദിസ് ഇൻവെർട്ടഡ് റൈറ്റ് സർക്കുലർ കോൺ whose semi-central angle is limiting friction alpha, the motion of the body is impending. If the resultant is within the ഇനി ഇവിടെ ഈ പോയിന്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. If the resultant within the കോൺ ആണെങ്കിൽ ഈ ബോഡി എന്തായിരിക്കും? സ്റ്റേഷനറി ആയിരിക്കും. ഇതിനുള്ളിൽ ഈ ആൽഫയ്ക്കുള്ളിൽ തന്നെ റിസൾട്ടന്റ് വരികയാണെങ്കിൽ സേഫ് ആയിരിക്കും. ഇതിന്റെ ഔട്ട്സൈഡ് ആകുമ്പോൾ ഈ ബോഡി മൂവ് ആവും, അത്രേ ഉള്ളൂ. Okay, this inverted cone with semi-central angle alpha equal to limiting friction alpha is called cone of friction. ഈ ആൽഫ വെച്ചിട്ടൊരു ഉണ്ടാകുന്നതിനെയാണ് കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഇത്രയാണ് ഫ്രിക്ഷന്റെ കുറെ തിയറി ഉണ്ട്. അപ്പം കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇതില് കൺഫ്യൂഷൻ വരുന്ന പാർട്സ് ഞാനൊന്ന് പെട്ടെന്ന് ഒന്നുകൂടെ പറയാം. ലോ ഓഫ് ഫ്രിക്ഷൻ വരെ വലിയ കുഴപ്പമില്ല. ഇവിടെ തൊട്ടാണ് കുറെ ടേം വരുന്നുണ്ട്. ഒന്ന് ഫസ്റ്റ് ഫ്രിക്ഷൻ എന്താണെന്ന് അറിയാലോ. എന്നിട്ട് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ റെസ്റ്റിലുള്ളതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. മൂവ് ചെയ്യുമ്പോൾ ഡൈനാമിക് ഫ്രിക്ഷൻ. അത് വീണ്ടും സ്ലൈഡിങ് ഉണ്ട്, റോളിംഗ് ഉണ്ട്. സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ സ്ലൈഡിങ്, റോൾ ചെയ്ത് പോകുന്ന റോളിംഗ് ഫ്രിക്ഷൻ. പിന്നെ ഒരു കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻവെന്റ് ചെയ്യുമ്പോൾ ഉള്ള ഫ്രിക്ഷൻ ആണ്. ഞാൻ പറഞ്ഞൊരു 10 വാല്യൂ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 10 ന്യൂട്ടൺ ആയിരിക്കും അതിന്റെ ലിമിറ്റിംഗ്. 10 കഴിഞ്ഞാൽ അത് മൂവ് ആകാൻ തുടങ്ങും. അപ്പൊ ലിമിറ്റിംഗ് ഫ്രിക്ഷന് നോർമലും തമ്മിൽ എപ്പോഴും ഒരു റേഷ്യോ ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. പിന്നെ ഫ്രിക്ഷൻ ലോ അത് പഠിക്കണം. പിന്നുള്ളത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഈ നമ്മൾ പറഞ്ഞിരുന്നു, ഇത് ലിമിറ്റിംഗ് ഫ്രിക്ഷനും നോർമലും തമ്മിൽ ഒരു റിസൾട്ടന്റ് ഗ്രാഫിക്കലി മേക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഈ റിസൾട്ടന്റ് നോർമലിനെ വെച്ചിട്ടൊരു ആംഗിൾ ഫോം ചെയ്യും. അതാണ് തീറ്റ. ആ തീറ്റ എന്ന് പറയുന്നതിന് നമുക്ക് വേറൊരു വാല്യൂ കൊടുത്തു, ആൽഫ എന്ന് കൊടുത്തു. അപ്പം അതുവരെ ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ കറസ്പോണ്ടിങ് ഉള്ള തീറ്റയ്ക്ക് ആൽഫ എന്ന് പേര് കൊടുത്തു. അപ്പൊ നമുക്ക് വീണ്ടും ഒരു ഇക്വേഷൻ കിട്ടി. ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു എഫ് ബൈ എൻ ഈക്വൽ ടു മ്യൂ എന്ന് കിട്ടി. ഇനി അടുത്ത ആംഗിൾ ഓഫ് റീപോക്സ്. നമുക്കറിയാം, ഇങ്ങനെ ചരിഞ്ഞു വെക്കുമ്പോൾ ഒരു ആംഗിൾ വരെ ഇത് പോവില്ല. അപ്പൊ പോവാൻ തുടങ്ങുന്ന ആംഗിൾ ഉണ്ട്, ആ തീറ്റയ്ക്ക് വേറൊരു പേരിട്ടു ഫൈ. അതിനെയാണ് ആംഗിൾ ഓഫ് റീപോക്സ് എന്ന് പറയുന്നത്. പിന്നെ കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ലിമിറ്റിംഗ് ആംഗിൾ ഇങ്ങനെ തീയുടെ ഡയറക്ഷൻ അനുസരിച്ച് എഫ് മാറും. എഫ് മാറുമ്പോൾ ആറും മാറും. അപ്പൊ അതനുസരിച്ചിട്ടൊരു സർക്കിൾ പോലെ ആവും, കോൺ പോലെ ആവും. അപ്പൊ അവിടെ തന്നെ നിങ്ങൾ ഇത്രയേ ഉള്ളൂ, ഇത്ര ഉദ്ദേശിച്ചാൽ മതി. അതിൻ്റെ ഉള്ളില്, ഈ കോണിനുള്ളില് വരികയാണെങ്കിൽ എന്തായിരിക്കും? കുഴപ്പമൊന്നുമില്ല. കോൺ ഔട്ട്സൈഡ് വരികയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യും. അത്രേ ഉള്ളൂ. ഓക്കെ, സോ താങ്ക് യു.